ഹലോ, നമസ്കാരം. ആദ്യമായിട്ട് യൂറോപ്പിൽ ട്രക്ക് ഡ്രൈവറായിട്ട് വന്ന് ഏത് രാജ്യത്താണോ അവിടെ നിന്ന്, യൂറോപ്പിലാണെങ്കിലും ഇപ്പം യു കെയിലും ചില ഭാഗങ്ങളിലൊക്കെ നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വണ്ടിയിൽ ബേസ് കൺട്രി എവിടെയാണോ അവിടെ വിട്ട് വണ്ടിയിൽ പോകുന്ന സുഹൃത്തുക്കളുടെ കുറച്ച് അറിവിലേക്കാണ് കേട്ടോ. ആദ്യമായിട്ട് വിൻ്റർ ഫേസ് ചെയ്യുന്നവർ, ആദ്യം തന്നെ നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് വേണ്ട പിന്നെ അവശ്യ ഭക്ഷണ സാധനങ്ങൾ, അതായത് പെട്ടെന്ന് കേട് ആയി പോകാത്ത സാധനങ്ങളെല്ലാം നിങ്ങൾ സ്റ്റോർ ചെയ്യുക. പിന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടി ടെക്നിക്കലി ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. ടയറുകൾ, അതുപോലെ തന്നെ വണ്ടിയുടെ ഹീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ബാറ്ററി നല്ല കണ്ടീഷനിലാണ്, ഇതൊക്കെ ഉറപ്പ് വരുത്തുക. പിന്നെ നിങ്ങളൊരു റൂട്ട് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ വണ്ടിയായിട്ട് നിങ്ങൾ പോകുമ്പോഴത്തേക്ക് എപ്പോഴും മെയിൻ റോഡുകൾ ചൂസ് ചെയ്യുക. ഒരു സ്നോ സമയങ്ങളിൽ ഒരിക്കലും ഷോർട്ട് റോഡുകൾ എടുക്കാതിരിക്കുക. നിങ്ങൾ ഒരു വഴി മഞ്ഞ് മൂടി കിടക്കുന്ന കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി നോക്കി അത് ക്ലിയറായിട്ട് അത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. അപ്പോൾ വണ്ടിയിൽ എപ്പോഴും ഇന്ധനം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഏകദേശം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പാർക്കിങ്ങുകളിലൊക്കെ മഞ്ഞ് മൂടി എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ചിലപ്പോൾ അവിടെ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് മാത്രം വണ്ടി ഓടിക്കുക. എപ്പോഴും പരമാവധി ഡിസ്റ്റൻസ് ഇട്ട് മാത്രം വണ്ടി ഓടിക്കുക. നിങ്ങൾ കളക്ഷൻ്റെയും അതുപോലെ തന്നെ ഡെലിവറിയുടെയും പിന്നെ സമയവും കാര്യങ്ങളൊക്കെ നോക്കി റൂട്ട് പ്രീ പ്ലാൻ ചെയ്യുക. വെതർ നോക്കുമ്പം നാളത്തെ വെതർ എങ്ങനെയാണെന്ന് മനസ്സിലാവും. കുറച്ചും കൂടി നേരത്തെ വണ്ടി എടുക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ആ ഡിസ്പാച്ചറിനെ അത് അറിയിച്ചിട്ട് അങ്ങനെ വണ്ടി എടുക്കുക. ഓക്കെ, ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. ഓരോ വിൻ്ററും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ഒരു ഹിസ്റ്ററിയിൽ ഓരോ പൊൻതൂവലാണ്. ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെ സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ഇത് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിൻ്റർ ആകുമ്പോഴത്തേക്ക് 1 മാസത്തേക്ക് ലീവിന് നാട്ടിൽ പോവുക, വെക്കേഷനായിട്ടൊക്കെ. ഓക്കെ, ഇതൊന്നും വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെന്താ പറയുക, അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, പരമാവധി. പിന്നെ നമ്മൾ ഹൈവേയിലൂടെയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ 3 ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും യൂസ് ചെയ്യുന്ന ട്രാക്കുകൾ തന്നെ നിങ്ങൾ എടുക്കുക. ഓക്കെ, അല്ലാതെ പിന്നെ ഈ റോഡിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ട്രാക്കുകളിൽ ഫസ്റ്റ് എൻ്റർ ആവുന്ന വണ്ടിയായിട്ട് നിങ്ങൾ എൻ്റർ ആവാതിരിക്കുക. ഓക്കെ, ഈ ആൾട്ടർനേറ്റീവ് നമ്മുടെ ഈ മെയിൻ റോഡുകൾ വിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന റോഡുകൾ എടുത്തു കഴിഞ്ഞാൽ ബെൻഡുകൾ, ഈ കർവുകൾ, ബെൻഡുകൾ, അതുപോലെ പിന്നെ ഹില്ല്, ഇറക്കം, കയറ്റം, ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു സാഹചര്യം വരും. ഓക്കെ, അത് എത്ര പുലി ഡ്രൈവറായിരുന്നാലും അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ മാനസികമായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ളേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണ്ട മെഡിസിൻസ് എല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക. ഓക്കെ, പിന്നെ പരമാവധി പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും നിങ്ങൾ ഫുൾ കവറായിട്ടുള്ള ക്ലോത്ത് ഇടുക. കഴുത്ത്, അതുപോലെ നിങ്ങളുടെ കാല്, കൈ, നെഞ്ച്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കവർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ അതർ വർക്ക് വണ്ടിയിൽ ലോഡിൻ്റെ സേഫ്റ്റി ഉറപ്പ് വരുത്തുമ്പോഴൊക്കെ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലാതെ ഇതിനകത്ത് വേറെ പേടിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഒരു നിമിഷത്തെ അശ്രദ്ധയായിട്ട് നമ്മളൊന്ന് പുറത്ത് ഇറങ്ങാനുള്ള മടി കാരണം നിങ്ങൾ കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ വലിയ വിഷമത്തിലോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലോ എത്തും. കാര്യം പിന്നെ നിങ്ങളൊരു മണിക്കൂറോ 2 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ കൊടും തണുപ്പത്ത് നിന്ന് നിങ്ങൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടി വരും. എമർജൻസി നമ്പർ എപ്പോഴും എല്ലാവരും, എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എമർജൻസി നമ്പറിൽ എപ്പോഴും വിളിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഏത് സ്പോട്ടിലാണോ നിൽക്കുന്നത്, അത് നോർത്ത് സൈഡാണോ സൗത്ത് സൈഡാണോ, പാർക്കിംഗ് നോക്കിയിട്ട് ആ അഡ്രസ്സ് കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ SOS, ഓക്കെ, എമർജൻസി പിന്നെ കോൾ ചെയ്യാനുള്ള അവരുടെ സർവീസ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ പിന്നെ ഐസ് വീണ് റോഡുകളിലും എല്ലാം ഇങ്ങനെ ഐസ് വീണ് കിടക്കുന്ന സമയത്ത് ഈ ഒരു നിശ്ചിത ദിവസങ്ങളിൽ ടെമ്പറേച്ചറിൽ വലിയ മാറ്റമില്ലാതെ 0 അല്ലെങ്കിൽ മൈനസിൽ തന്നെയാണ് നിൽക്കുന്ന സമയത്ത് ഈ സംഭവം കിടന്നിട്ടൊരു കണ്ണാടി പോലൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതിനെ ബ്ലാക്ക് ഐസ് എന്നാണ് പറയണത്. അതിനകത്ത് വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ റോഡിൽ പോകുമ്പോൾ, ഇപ്പം യൂറോപ്പിൽ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പിന്നെ പല രാജ്യങ്ങളിലും മഞ്ഞ് വീഴ്ചയും തണുപ്പും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ,
നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇനി ആരെങ്കിലും എന്തെങ്കിലും സിഗ്നലുകളോ കാര്യങ്ങളും ആരെങ്കിലും ഹൈ ബീമോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അടിച്ച് നിങ്ങൾക്ക് അലർട്ടോ അങ്ങനെ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ജസ്റ്റ് മാപ്പൊക്കെ എടുത്ത് നോക്കുക. എന്തെങ്കിലും റെഡ് കാണിക്കുന്നുണ്ടോ, ആക്സിഡൻറ്റ് കാണിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കുക. എന്നിട്ട് വണ്ടി നേരെ സൈഡാക്കുക. നിങ്ങളുടെ ഡിസ്പാച്ചറിനെ ഇൻഫോം ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ സേഫ് അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിന് പെരിഷബിൾ ഗുഡ്സ് ആയിരുന്നാലും കണ്ടെയ്നർ ആയിരുന്നാലും എന്തായിരുന്നാലും നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ അവരെ അറിയിക്കുക. ഓക്കെ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. അതനുസരിച്ച് അവർ ക്ലയൻറ്റിനെ വിളിച്ച് അവരുടെ ഡെലിവറി ടൈമും കാര്യങ്ങളൊക്കെ അവർ വീണ്ടും അറേഞ്ച് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. നമ്മുടെ ലൈഫാണ്, വീടും നാടും ഒക്കെ വിട്ട് വന്ന് നിൽക്കുമ്പോൾ. പിന്നെ കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത് എല്ലാവർക്കും അറിയാമായിരിക്കും, ജർമ്മനിയിൽ വെച്ചിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ട് ഓടുന്നവർ ഇത് പാനിക് ആവാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ വണ്ടികളിൽ ഈ കാലാവസ്ഥകളെല്ലാം അതിനെല്ലാം നമുക്ക് മാനേജ് ചെയ്ത് വണ്ടി ഓടിക്കേണ്ട സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ബട്ട് നമ്മൾ ഡ്രൈവറായിട്ട് നിന്ന് എടുക്കേണ്ട ഡിസിഷനുകളും പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് വഴിയെ എല്ലാം മനസ്സിലാവും ഓട്ടോമാറ്റിക്. എന്നാലും ഞാനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്നുള്ളേ ഉള്ളൂ. ഓക്കെ, ആദ്യമായിട്ട് വിൻ്റർ വണ്ടി ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. ഓക്കെ, അതിന് ട്രക്ക് ഡ്രൈവറല്ല, കാർ ഡ്രൈവേഴ്സ് ആയിരുന്നാലും ഏത് ഡ്രൈവേഴ്സ് ആയിരുന്നാലും ശ്രദ്ധിക്കുക. വേറെ ഒന്നും പറയാനില്ല. ബസ് ഡ്രൈവേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ഞാനൊരു 2 വർഷം ബസ്സും ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ലോങ് ബസ്സൊക്കെ ആണെങ്കിൽ, ആർട്ടിക്കുലേറ്റർ ബസ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചേർത്ത് നിർത്തുമ്പോഴത്തേക്ക് ഐസിലാണ് നിർത്തിയേക്കണമെങ്കിൽ വിൻ്റർ ടയർ ആണെങ്കിൽ കൂടി ഒരു പക്ഷേ വണ്ടി ഇങ്ങനെ സ്ലോയിൽ എന്താ പറയുക നീങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പരമാവധി സ്പീഡ് ലിമിറ്റൊക്കെ വേഗതയൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്ത് റൂട്ടൊക്കെ പ്രീ പ്ലാൻ ചെയ്ത് തയ്യാറായിരിക്കുക. ഓക്കെ, അപ്പോൾ ഹാപ്പി വിൻ്റർ ഗായ്സ്, ടേക്ക് കെയർ.